നമുക്ക് ഡിങ്കഭവന്റെ ശക്തി കണ്ടല്ലോ. ആദ്യ മനുഷ്യനുണ്ടായപ്പോൾ ഭാഷ ഉണ്ടായില്ല, ഭാഷയൊക്കെ ഉണ്ടായതിനു ശേഷമാണ് സാഹിത്യം ഉണ്ടായത്, മതഗ്രന്ഥങ്ങൾ ഉണ്ടായത്. അതൊരു കുഴപ്പമുണ്ടായി. അങ്ങനെയുള്ള മതഗ്രന്ഥങ്ങൾ പ്രകാരം ഭൂമിക്ക് 6000 വർഷം പഴക്കമേ ഉള്ളൂ. പക്ഷേ ആ ഭൂമിയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? 40000 വർഷം പഴക്കമുള്ള മാനത്തിനെ കണ്ടെത്തിയത്. കേരളം 2017 പ്രളയത്തിൽ വിറങ്ങലിച്ച് നിന്ന കേരളം. അതിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ എല്ലാ മതക്കാരുടെയും ആരാധനാലയങ്ങൾ മുങ്ങി. അതിന് സെമിറ്റിക് മതമെന്നോ സനാതന ധർമ്മമോ വ്യത്യാസമൊന്നും ഉണ്ടായില്ല, എല്ലാം മുങ്ങി. അപ്പോൾ ഇവർ ഈ വിശുദ്ധമെന്ന് കരുതിയ പല സ്ഥലങ്ങളിലൂടെയും മലിനജലം ഒഴുകി. മലിനജലം ഒറ്റ അർത്ഥമേ ഉള്ളൂ, മലം കലർന്ന ജലം. അപ്പോൾ ഇതൊക്കെ കേവലം കട്ടയും സിമെന്റ് മാത്രം ഉപയോഗിച്ച കെട്ടിടങ്ങളാണ് എന്നുള്ള കാര്യം എല്ലാവരും വെളിപ്പെട്ടു. ജനം പ്രാർത്ഥിച്ചു. മലയും കൊണ്ട് പറക്കുന്ന ദൈവത്തെ വിളിച്ചു, വന്നില്ല. ചിറക് വെച്ച് പറക്കുന്ന മാലാഖമാരെ വിളിച്ചു, വന്നില്ല. ചിറകുള്ള കുതിരപ്പുറത്ത് ഏഴാകാശങ്ങൾ കടന്നു പോയതിനെ വിളിച്ചു നോക്കി, വന്നില്ല. ആ ജനതയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരാളാണ് അവതരിച്ചത്. അതാണ് ഡിങ്ക ഭഗവാൻ. വിശുദ്ധ ബാലമംഗളത്തിൽ എഴുതപ്പെട്ടതുപോലെ അദ്ദേഹം അവതരിച്ചു. തായ്ലൻഡിൽ ഗുഹയിൽ കുടുങ്ങിയ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി റെസ്ക്യൂ ടീമിന് വഴി കാട്ടിക്കൊടുത്തത് ഡിങ്ക ഭഗവാനായിരുന്നു. അന്നെല്ലാവരും പറഞ്ഞു എലി ദൈവം. പക്ഷേ ആ എലി ദൈവം എന്ത് ചെയ്തു ചോദിച്ചാൽ ഹെലികോപ്റ്ററിന്റെ രൂപത്തിൽ കേരളത്തിൽ വന്നു. പ്ലേഗും എലിപ്പനിയും തന്ന ഡിങ്കർ എന്ന ശത്രുവിനെ മാത്രമേ നിങ്ങൾ അറിയൂ. പക്ഷേ ഹെലികോപ്റ്ററിന്റെ രൂപത്തിൽ വന്ന് ഗർഭിണികൾ ഉൾപ്പെടെ അവരെ രക്ഷപ്പെടുത്തിയ ഡിങ്കർ എന്ന മിത്രത്തെ നിങ്ങൾക്കറിയില്ല. പുള്ളിക്ക് ഭയങ്കര ശക്തിയാണ്.